ഓം നമ ശിവായ. നാം ഇന്ന് പറയുന്നത് ജ്യോതിഷത്തിൻ്റെ 16-ാമത്തെ വീഡിയോയെക്കുറിച്ചാണ്. അതിൽ മുഖ്യമായും പറയുന്നത് വിവാഹ തടസ്സങ്ങളെ എങ്ങനെയാണ് മാറ്റുന്നത്. വിവാഹം നടക്കുന്നില്ല, അതിന് നാം എന്തൊക്കെയാണ് നല്ല പ്രതിവിധികൾ. വിവാഹം നടക്കാത്തതിനുള്ള മുഖ്യമായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ ജാതകം മുഖേനയാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ അങ്ങനെ തടസ്സം മാറുവാനായിട്ട് ഉപദേവതകളില്ലാത്ത സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഇന്ദ്രാണി പൂജ നടത്തുക. തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനി നമുക്ക് വിവാഹ മുഹൂർത്തത്തെക്കുറിച്ച് പറയാം. എന്താണ് വിവാഹ മുഹൂർത്തം പറയുന്നത്? ഇഷ്ട കൃഷ്ണാഷ്ടമി ദന്തുജേ പൃഥുമധുരന്ത്യോത്ര മൂലമിത്ര പ്രോത്യാഹേന ക്രിയാംഗേ വിഹകേ അഷ്ടമസ്തേ വിഹംഗ മീനാദദ്യേർത്തുഭസ്ത്രീ കടധനുഷീ രവി സംഗ്രഹർഷം ശലാക ശുക്രാര്യോ ബാലവൃദ്ധ വരജനിഭ നിശ മധ്യജന്മസ്തകേട. ഇതാണ് പറയുന്ന സൂത്രം. അതിലെന്തൊക്കെയാണ് വിശദീകരിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. ഇഷ്ട കൃഷ്ണാഷ്ടമി, കറുത്ത പക്ഷത്തിലെ അഷ്ടമി. അതുപോലെ തന്നെ ഇനൻ, സൂര്യൻ ദേവനായിട്ടുള്ള നക്ഷത്രമായ അത്തം. ഇന്ദു, ചന്ദ്രൻ ദേവതയായ നക്ഷത്രമായ മകയിരം. അജൻ, ബ്രഹ്മാവ് ദേവതയായ നക്ഷത്രമായ രോഹിണി. പിതൃക്കൾ ദേവതയായിട്ടുള്ള നക്ഷത്രമായിട്ടുള്ള മകം. മരുത്, വായു ദേവതയായിട്ടുള്ള നക്ഷത്രമായ ചോതി. അതുപോലെ തന്നെ അന്ത്യം, അവസാനത്തെ നക്ഷത്രമായിട്ടുള്ള രേവതി. ഉത്തരം, ഉത്രം, ഉത്രാട, ഉത്രട്ടാതി. മൂലം, മിത്രൻ, മൈത്രൻ ദേവതയായിട്ടുള്ള നക്ഷത്രമായ അനിഴം. ക്രിയം, മേടം രാശി സമയം വർജ്യമാകുന്നു. അശി മഹോ, ലഗ്നത്തിൽ ചന്ദ്രനും രാഹുവും പാടില്ല. അസ്ത്രേ വിഹകം, 7 ഒരു ഗ്രഹവും തന്നെ നിൽക്കരുത്. വിവാഹ മുഹൂർത്തത്തിൻ്റെ 7 ഒരു ഗ്രഹവും നിൽക്കുവാൻ പാടില്ല. അതുപോലെ തന്നെ അന്ത്യാർത്ഥം, മീനമാസത്തിൻ്റെ പകുതിയും കഴിഞ്ഞിട്ടുള്ള ആ മാസവും. ഇന്ദുവം, കർക്കിടകം, സ്ത്രീ കന്നി, ഘടം, കുംഭം, ധനുഷി, ധനു, ഈ മാസങ്ങളും. അപ്പോൾ മീനമാസത്തിൻ്റെ പകുതി മുതൽ മുഴുവൻ മാസവും, കർക്കിടകം, കന്നി, കുംഭം, ധനു ഈ മാസങ്ങളിലും വിവാഹം നടക്കുവാൻ പാടില്ല. സംഗ്രഹർഷം, സൂര്യാദികളിൽ വെച്ച് ഏതെങ്കിലും ഒരു ഗ്രഹം മുഹൂർത്തത്തിൽ നിശ്ചയിച്ച നക്ഷത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ നക്ഷത്രം പാടില്ല. അതിന് ശലാകവേദം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ശുക്രാര്യോ, ശുക്രനും ഗുരുവും വ്യാഴവും ത്തിൻ്റെയും ബാല്യവും വാർദ്ധക്യവും നമ്മൾ മൗഢ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു. അത് ബാല്യാവസ്ഥയും, മൗഢ്യം കഴിഞ്ഞെന്നാൽ വൃദ്ധാവസ്ഥയും, മൗഢ്യം കഴിഞ്ഞെന്നാൽ ബാല്യാവസ്ഥയും, മൗഢ്യത്തിന് മുമ്പ് വൃദ്ധാവസ്ഥയുമാണ്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ സൂര്യൻ്റെയും ഗുരുവിൻ്റെയും ശുക്രൻ്റെയും വാർദ്ധക്യാവസ്ഥകളിൽ വിവാഹം നടക്കുവാൻ പാടില്ല. വരജനികം, വരൻ ജനിച്ച നക്ഷത്രത്തിലും വിവാഹം നടത്തുവാൻ പാടില്ല. നിശാമധ്യം, അർദ്ധരാത്രിയിലും വിവാഹം നടത്തരുത്. അതുപോലെ തന്നെ ജന്മസ്ഥം, അതായത് ജന്മരാശിയുടെ 7 സ്ത്രീയുടെയും പുരുഷൻ്റെയും ജന്മരാശിയുടെ 7 ഒരു ഗ്രഹവും തന്നെ നിൽക്കുവാൻ പാടില്ല. ഇതാണ് വിവാഹ മുഹൂർത്തത്തിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുകൂടാതെ വിവാഹ തടസ്സങ്ങൾ മാറ്റിക്കിട്ടുവാനുള്ള മറുപടിയും നമ്മൾ പറഞ്ഞു. ഇനി സകലജന വശ്യമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾക്ക് പ്രതിബന്ധങ്ങൾ ധാരാളമായിട്ടുണ്ട്. മറ്റുള്ളവരും സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം തന്നെ നമ്മൾക്ക് വളരെയധികം ശല്യം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ കാര്യങ്ങൾക്ക് തടസ്സം വരുന്നു. അതിനെന്താണ് പ്രതിവിധിയായിട്ടുള്ളത്?
ചിരവിയ നാളികേരം, ശർക്കര, കദളിപ്പഴം, തേൻ ഇവ മഞ്ഞൾപ്പൊടിയോട് ചേർത്ത് 48 ദിവസം നമ്മൾ ഹോമിച്ചാൽ, തുടർച്ചയായി 48 ദിവസം നമ്മൾ ഹോമിച്ചാൽ തീർച്ചയായിട്ടും ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് നമ്മൾ കാണേണ്ടതെന്നാണ് കലഹശമനം. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കലഹം, വേർപിരിയുവാനുള്ള കാരണം, വേർപിരിഞ്ഞു പോകുക, ഇതിനുള്ള പ്രതിവിധി എന്താണ്? ഉണങ്ങിയ നാളികേരം 16 എണ്ണം, 16 ഫലം ശർക്കര, 32 കദളിപ്പഴം, നാഴിത്തേൻ, ഒരു നെല്ല് എന്നിവ ഗണപതിക്ക് ഹോമിക്കുക. അപ്പോൾ ആ കലഹങ്ങളൊക്കെ മാറി ശാന്തമായി വരുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നാം അവസാനിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും എല്ലാം തന്നെ നിങ്ങൾ മറന്നു പോകരുതും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.